Hello, my dear students. Welcome back to our business management class. In the last video, we already discussed about what is management, then its various definitions, its characteristics, scope, etc. Then in this video, mainly I want to explain what are the different levels of management and schools of thought. First, we move on to levels of management. What do you mean by levels of management? The term levels of management refers to the line of division that exists between various managerial positions in an organization. That means level of division means the line of demarcation between various managerial positions in an organization. As the size of the company and workforce increases, then the number of levels in management increases along with and it vice versa. Okay, then number of levels in management increases when the size of the business size of the business and workforce increases, etc. അതേപോലെ തന്നെ നമ്പർ കുറയും ലെവൽസ് ഓഫ് മാനേജ്മെന്റിൽ ആ നമ്പർ ഓഫ് ലെവൽസ് ഡിക്രീസ് ചെയ്യും. നേരെ തിരിച്ച് വർക്കേഴ്സിന്റെ എണ്ണം കുറവ് അല്ലെങ്കിൽ ബിസിനസിന്റെ സൈസ് കുറവൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് ലെവൽസിന്റെ എണ്ണം കുറവായിരിക്കും. Okay, then the different levels of management can determine the chain of command within an organization, as well as the amount of authority and typically decision making influence accrued by all the managerial positions. Okay, there are three types of or three levels of management, then three principal categories, all of which direct managers to perform different functions. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടും 3 ലെവൽസ് ആണ് നമുക്ക് വരിക. The level of management determines the chain of command, amount of authority and status enjoyed by any managerial positions. ഇനി ഇതിൽ ഏതൊക്കെ ലെവൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ലെവൽസ് ആണ് വരിക? There are mainly 3 levels of management in most of the organizations. They are top level management, middle level management and lower level management. Top level management consists of the board of directors, managing director, general managers and senior executives, etc. Then middle level consists of അതിന് താഴെ വരുന്നത്, അതായത് അതിന് താഴെ വരുന്നതെന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ടും വരിക ഹെഡ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ്. ഒരു ഫങ്ഷണൽ ഹെഡുകൾ ഉണ്ടായിരിക്കും. ആ ഫങ്ഷണൽ ഹെഡുകൾ അതിന്റെ ആ ലെവലിൽ വരുന്ന ആളുകളായിരിക്കും മിഡിൽ ലെവലിൽ ഉണ്ടാവുക. ദെൻ ടോപ്പ് ലെവൽ ലോവർ ലെവൽ വരുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് സൂപ്പർവൈസറി ലെവലിലുള്ള ആളുകളായിരിക്കും ഉണ്ടായിരിക്കും. സൂപ്പർവൈസേഴ്സ് ഒക്കെ ആയിരിക്കും ഇതിൽ വരിക. സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ഗാങ് ബോസ്, അക്കൗണ്ട്സ് ഓഫീസർ, സെയിൽസ് ഓഫീസർ എന്നുള്ള കാറ്റഗറിയിലുള്ള ആളുകളാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ദെൻ ടോപ്പ് ലെവൽ എന്ന് പറയുമ്പോൾ അതിൽ അവിടെ അവർ മെയിൻ ആയിട്ടും ചെയ്യുന്നുണ്ടാവുക എക്സിക്യൂട്ടീവ് ലെവലുള്ള കാര്യങ്ങൾ, എക്സിക്യൂട്ടീവ് കോച്ചിങ്, ദെൻ ചേഞ്ച് മാനേജ്മെന്റ്, ലീഡർഷിപ്പ് ആൻഡ് ഡെലഗേഷൻ ആൻഡ് എംപവർമെന്റ്, എക്സെട്ര. മിഡിൽ ലെവലിലേക്ക് എത്തുമ്പോൾ അത് പ്രോബ്ലം സോൾവിങ് അല്ലെങ്കിൽ ടീം ബിൽഡിംഗ് ഓർ പെർഫോമൻസ് മാനേജ്മെന്റ് ഒക്കെയാണ് മിഡിൽ ലെവലിൽ. ലോവർ ലെവൽ എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഇമോഷണൽ ഇന്റലിജൻസ്, ദെൻ കോച്ചിങ് ഫോർ പെർഫോമൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ലോവർ ലെവലിൽ വരിക. ഇനി നമുക്ക് ഓരോ ലെവൽസും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ടോപ്പ് ലെവൽ മാനേജ്മെന്റ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് ഈ കാറ്റഗറിയിൽ വരിക. കൺസിസ്റ്റ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ ആൻഡ് അതർ സീനിയർ എക്സിക്യൂട്ടീവ്സ്. They fix the objectives of the organization. Top management is the ultimate source of authority and they manages goals and policies for an enterprise. They prepare policies, plans, and takes important decisions to accomplish the objectives of the organization. They also issue instructions and orders to lower levels. Lower ലെവൽസിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, അപ്പൊ അതിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഓർഡർ ചെയ്യുക അവരുടെ അടുത്ത് ചെയ്യാനായിട്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ചെയ്യുന്നത്. ഇനി ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പറയുമ്പോൾ അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയാ വരിക? ഒന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ്, ടു ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്സ്, then define the various goals and policies establish ചെയ്യുക, then strategic plans prepare ചെയ്യുക,
gives guidance and directions to lower level, control and create good relation with the public and judges the result. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും ടോപ്പ് ലെവലിലുള്ള മാനേജ്മെന്റിലെ ആളുകൾ ചെയ്യുന്നത്, മാനേജേഴ്സ് ചെയ്യുക. ദെൻ അവരുടെ റോൾ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞു, ഒബ്ജക്റ്റീവ്സ് ചെയ്യുന്നത്, അതുപോലെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, ഇതൊക്കെയാണ് അവരുടെ മെയിൻ റോൾ എന്ന് പറയുമ്പോൾ അതിൽ വരിക. സ്ട്രാറ്റജിക് പ്ലാൻസ് പ്രിപ്പയർ ചെയ്യുക, ഇനി എക്സിക്യൂട്ടീവ്സിനെ വെക്കണമെന്നുണ്ടെങ്കിൽ അവർ അപ്പോയിന്റ് ചെയ്യുക, മിഡിൽ ലെവലിലേക്ക് ഉള്ള അപ്പോയിന്റ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ റോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ ആയിട്ട് വരിക. Then next we move on to middle level management. Middle level management consists of heads of functional departments. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ബ്രാഞ്ച് മാനേജേഴ്സ് വരും, ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് വരും. ഇങ്ങനെ വരുന്ന എല്ലാ കാറ്റഗറിയിൽ വരുന്ന എല്ലാ മാനേജേഴ്സും ആണ് മിഡിൽ ലെവലിൽ വരിക. Then they are responsible to top management. They are concerned with organization and direction function of management. അപ്പോൾ അവർക്ക് മെയിൻ ആയിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ ഓർഗനൈസേഷനിൽ ഡയറക്ഷണൽ ഫങ്ഷൻസ് ആണ് കൂടുതലും അവർക്ക് വരിക. In a small organization, there is only one layer of middle level of management. But in big enterprises, there may be senior and junior middle level management. അപ്പോൾ ഓർഗനൈസേഷന്റെ സൈസിനനുസരിച്ചും ഇതിൽ മിഡിൽ ലെവലിൽ വരുമ്പോൾ ആ മിഡിൽ ലെവലിലെ മാനേജേഴ്സിന്റെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായിരിക്കും. ചെറിയ ഓർഗനൈസേഷനൊക്കെ ആവുമ്പോൾ അവിടെ മിഡിൽ ലെവൽ എന്ന് പറയുമ്പോൾ ആ മാനേജ്മെന്റ് ലെവലിൽ 1 ലെയർ ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ബിഗ് ഓർഗനൈസേഷൻസ് ആവുമ്പോൾ അതിനനുസരിച്ച് അവരുടെ ഇതിൽ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, ദെൻ അതിൽ തന്നെ 2 ലെയർ എന്നൊക്കെ പറയുമ്പോൾ സീനിയർ ജൂനിയർ അങ്ങനെയൊക്കെ വരും. മിഡിൽ ലെവൽ മാനേജ്മെന്റിൽ സീനിയർ ലെവലിലുള്ളവര് ജൂനിയർ ലെവലിലുള്ളവരൊക്കെ പെടും. ഫോളോയിങ് ആർ ദ ഫങ്ഷൻസ് ഓഫ് മിഡിൽ മാനേജ്മെന്റ്. ദെൻ മിഡിൽ ലെവൽ മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് വരുമ്പോൾ അതിൽ വരുന്നതാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ദ ടോപ്പ് മാനേജ്മെന്റ്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അവർ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് പോളിസീസ്, ദെൻ ആ പറഞ്ഞ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് ലോവർ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ അവരത് ചെയ്യണം. ദെൻ ഓർഗനൈസിങ് ആൻഡ് അമെൻഡിങ് ദെയർ ഡിപ്പാർട്ട്മെന്റ്സ് ആസ് പെർ ദ മെയിൻ പ്ലാൻ. അതായത് ആളുകൾ നമ്മുടെ ഇപ്പോൾ ലോവർ ലെവലിലുള്ള ആളുകളെ അല്ലെങ്കിൽ അതിന് താഴെ വരുന്ന ആളുകളെ അവരൊക്കെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാവുന്ന കാര്യങ്ങൾ അങ്ങനെ അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവാം. ദെൻ പ്ലാൻ ദ ഡിപ്പാർട്ട്മെന്റൽ ഓപ്പറേഷൻസ്. ഓരോ അവരുടെ ഡിപ്പാർട്ട്മെന്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുക. ദെൻ വർക്കേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുക, ഗൈഡ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക, cooperate and coordinate with other departments, then evaluate the performance of his subordinates, etc. These are all the functions of middle level management. Next we move on to lower level management. Lower level management is also known as supervisory or operative level of management, and this level consists of supervisors, foremen, section officers, gang boss, accounts officer, sales officer, etc. And they are more concerned with direction and control function of management. അവർ മെയിൻ ആയിട്ടും ചെയ്യുന്ന കാര്യങ്ങൾ ഡയറക്ഷൻ കൊടുക്കുക, അതായത് അവരുടെ കീഴിലുള്ള വർക്കേഴ്സിനെ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഡയറക്റ്റ് ചെയ്യുക. ദെൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതിനെ പറ്റി അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് അവരുടെ ഫംഗ്ഷനിൽ വരിക. ദെൻ ആ ഫങ്ഷൻസ് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. പ്ലാൻ ഫോർ എ ഡേ ഓർ വീക്ക്. ഒരു ലോവർ ലെവലായല്ലോ, അപ്പോൾ അവർ കൂടുതലും വർക്കേഴ്സുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേഷൻ വരുന്ന ലെവലാണത്. അപ്പോൾ ഒരു ഡേയിൽ എങ്ങനെ വർക്ക് ചെയ്യണം, ഡേയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഒരു വീക്കിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റി പ്ലാൻ തയ്യാറാക്കുക. ദെൻ ഓർഗനൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഹിസ് ഗ്രൂപ്പ്. ആളുടെ കീഴിൽ വരുന്ന ആളുകളെ പറ്റി എന്തൊക്കെ വർക്കുകൾ ആണ് അവർക്ക് ചെയ്യേണ്ടത്, ആ പറഞ്ഞ ഒരു പീരീഡിൽ എന്തൊക്കെ വർക്ക് ചെയ്യണം, അപ്പോൾ അത് ഓർഗനൈസ് ചെയ്യാം. ദെൻ അലോട്ട് വർക്ക് ടു ദ വർക്കേഴ്സ് അണ്ടർ ഹിം ആൻഡ് ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ് അറ്റ് ദ സൈറ്റ്, motivate the employees, arrange materials, machines, tools, etc. for workers, and also they give guidance and supervise the employees, and also maintain discipline and good relation within the group. These are all about the functions of lower level management.
They are mainly concerned with the direction and controlling function of management. That's all about the levels, different levels of management. In almost all the organization, mainly there are 3 levels: top level, middle level, and lower level. Okay, clear. Then next we move on to various schools of management thought. Schools of management thought. എന്താണ് schools of management thought? നമ്മളിപ്പോൾ മാനേജ്മെന്റിൽ പല ഫങ്ഷൻസ് എന്നോ അതുപോലെ തന്നെ ഒരു ടെക്നിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ ഫങ്ഷൻസ്, ടെക്നിക്സ് അല്ലെങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ഇതെല്ലാതും ഈ ഓരോ സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ പണ്ട് മുതലേ നമ്മുടെ മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അത് വന്നത് മുതൽ എങ്ങനെയൊക്കെയായിരുന്നു മാനേജ്മെന്റ്, അതിനെ പറ്റിയുള്ള അപ്രോച്ചസ് എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഓരോന്നായിട്ട് പഠിക്കുന്നത്. The main purpose of studying various schools of management thought is to enable you to recognize and appreciate how developments in the field of management could contribute to current practices. പാസ്റ്റ് ആൻഡ് പ്രസന്റ് അപ്രോച്ചസ് ആണ് നമ്മൾ ഇതിൽ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. പണ്ടത്തെ അപ്രോച്ച് എന്തായിരുന്നു, ഇപ്പോഴത്തെ അപ്രോച്ചസ് എന്തായിരുന്നു, ദെൻ പണ്ടത്തെ സ്ട്രെങ്ത്തും വീക്ക്നെസ് എന്തായിരുന്നു, ഇപ്പോഴത്തെ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഓരോ സ്കൂൾസ് ഓഫ് തോട്ടായിട്ട് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോഴത്തെ പണ്ടുണ്ടായിരുന്ന തിയറീസ് ആണോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ അപ്ലിക്കേഷൻസ് ആണോ നമ്മൾ ഇപ്പൊ യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇനി ഇതിൽ വരിക. ഓക്കെ, several schools of thought in management that have evolved over a period of time, and management philosophy gives a concrete and balanced approach to managing business activities. These philosophies provide general guidelines for business organization and business management, and this is regarded as the foundation of management thinking and action. During the period of industrial revolution, there are drastic changes have took place in the philosophy of management. A use of scientific managerial technique in place of rule of thumb method become the important attraction of management theory. അപ്പോൾ പണ്ട് റൂൾ ഓഫ് തം മെത്തേഡ് ആയിരുന്നു, പിന്നീട് അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയത്താണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ മെത്തേഡ് ഒക്കെ വന്നത്. അതില് ഈ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് FW ടൈലർ ആണ്. അതുപോലെ തന്നെ ഹെൻറി ഫയോളും ഇതിലേക്ക് മാനേജ്മെന്റ് ലിറ്ററേച്ചറിലേക്ക് കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പുതിയ പുതിയ ഐഡിയാസ്. ദെൻ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ലേറ്റർ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച് ഡെവലപ്ഡ് ഇൻ മാനേജ്മെന്റ് ഫീൽഡ്. ദെൻ അങ്ങനെ കുറെ ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. The present day approach to management is a combination of both scientific management as well as human relations approach. അപ്പൊ ഇന്നത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മെയിൻ ആയിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ സയന്റിഫിക് മാനേജ്മെന്റിന്റെയും അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ചിന്റെയും ഇതിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ് ഇപ്പോഴത്തെ മാനേജ്മെന്റിലെ അപ്രോച്ച്. Then today the science of management is well developed and it is now regarded as a separate discipline, and it is also recognized as a profession. ഇപ്പൊ പണ്ട് ഉണ്ടായിരുന്ന അതേ ആറ്റിറ്റ്യൂഡ് അല്ല ഇപ്പോൾ ഉള്ളത് മാനേജ്മെന്റ്, അല്ലെങ്കിൽ അതേ അപ്രോച്ച് അല്ല ഉള്ളത്. ഇന്ന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. Then next we move on to the various schools of management thoughts developed from time to time, which the various schools of management thought have grown up from time to time, emphasizes certain philosophies and approaches to the management field. The growth of modern techniques in management begins with the industrial revolution. Industrial revolution took place in England during 19th century. 19th സെഞ്ചുറിയിലാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ആ പീരീഡ് മുതലാണ് നമ്മുടെ ടെക്നിക്സിൽ മാനേജ്മെന്റില് മോഡേൺ ടെക്നിക്സുകൾ കൂടുതലായിട്ടും വന്നിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഓർഗനൈസേഷൻസും അവിടെയുള്ള പല ഇഷ്യൂസും എങ്ങനെ സോൾവ് ചെയ്യുക, ആ സോൾവ് ചെയ്യാനായിട്ടുള്ള കുറേ ടെക്നിക്സും മെത്തേഡ്സും ഒക്കെ ടൂൾസ് ഒക്കെ അന്നത്തെ ആ പുതിയ അന്നത്തെ മാനേജ്മെന്റ് തിങ്കേഴ്സ് ആയിട്ട് അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റ്സ് എല്ലാമാണ് നമ്മുടെ പുതിയ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുമ്പോൾ അവിടുത്തെ ഓരോ സ്കൂൾസ് ഓഫ് തോട്ട് ആയിട്ട് വരുന്നത്. നമുക്കിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, എംപിരിക്കൽ അപ്രോച്ച്. എംപിരിക്കൽ അപ്രോച്ചിൽ മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് the success and failure of managers depends upon
the experiences. ഇതാണ് മെയിൻ ആയിട്ട് ഈ അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്നത്. Empirical approach gives importance to the study of experiences or success and failure of practicing managers. ഇതിന് ഈ അപ്രോച്ച് പ്രകാരം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് മാനേജേഴ്സിനെ കൂടുതൽ അവരെ ഒന്നും കൂടി എഫിഷ്യൻ്റ് ആക്കുക. Practical experience of managers and hence such a study would provide a better understanding to the effective way of managing a business enterprise. ഓരോ സിറ്റുവേഷൻസും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു ഇഷ്യൂ ഓർഗനൈസേഷനിൽ വന്നാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓരോ ഇഷ്യൂസ് ഫേസ് ചെയ്ത് അതിൻ്റെ ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വരുമ്പോഴാണ് നമ്മൾ അതിൽ എക്സ്പേർട്ട് ആവുള്ളൂ എന്നാണ് ഈ അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്നത്. കേസ് സ്റ്റഡിയാണ് അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുക, ഈ എംപിരിക്കൽ അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഹൈലി യൂസ്ഫുൾ. കേസ് സ്റ്റഡി ഈസ് ഹൈലി യൂസ്ഫുൾ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ എക്സ്പീരിയൻസസ് ഓഫ് successful managers or errors committed by them under different situations. ഓക്കെ, ദെൻ ഇതിലും ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ അപ്രോച്ചിലെ ലിമിറ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞു മാനേജ്മെന്റിനെ ഇവിടെ ലോ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ലോ എന്നുള്ള ഒരു രീതിയിൽ മാനേജ്മെന്റ് എപ്പോഴും ചില സമയത്തൊക്കെ അങ്ങനെയാണ്, പക്ഷെ എല്ലായ്പ്പോഴും അത് ട്രൂ അല്ല എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം നമ്മുടെ ലോ എന്ന് പറയണത് മാനേജ്മെന്റ് ഇസ് നോട്ട് ലൈക്ക് ലോ ബേസ്ഡ് ഓൺ പാസ്റ്റ് ഹാപ്പനിങ്സ്. ഓക്കെ, ദെൻ ഓരോ സിറ്റുവേഷനും ഡിഫറെൻ്റാ. മാനേജേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഓരോ സിറ്റുവേഷനും ഡിഫറെൻ്റാ. ദേ ആർ നോട്ട് എക്സാക്ട്ലി ഐഡന്റിക്കൽ ആൻഡ് ഈച്ച് സിറ്റുവേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ പെക്യുലിയാരിറ്റീസ്. So, a right approach under a given situation is the past may not be held good for a future decision. ഇതാണ് എംപിരിക്കൽ അപ്രോച്ചിന്റെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അപ്പോൾ എംപിരിക്കൽ അപ്രോച്ചിൽ എക്സ്പീരിയൻസസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ദെൻ നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ഹ്യൂമൻ ബിഹേവിയർ ഓർ ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. ഹ്യൂമൻ ബിഹേവിയർ അപ്രോച്ചിൽ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് പീപ്പിൾ, മെയിൻലി ഫോക്കസ്ഡ് ഓൺ പീപ്പിൾ ആൻഡ് ഹ്യൂമൻ റിലേഷൻസ്. നമ്മൾ ഡെഫിനേഷൻ പഠിച്ചിരുന്നു ഹ്യൂമൻ റിലേഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയർ അനുസരിച്ചുള്ള ഡെഫിനേഷൻ പറഞ്ഞു. മാനേജ്മെന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ ദ പീപ്പിൾ ആൻഡ് വിത്ത് ദ പീപ്പിൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പീപ്പിളിനാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നാണ് ഈ അപ്രോച്ചിൽ വരിക. Then human behavior approach mainly depends on the theories and techniques that are related to social sciences. സോഷ്യൽ സയൻസസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ടും വരിക സൈക്കോളജി, സോഷ്യോളജി, ആന്ത്രോപോളജി. ഇതൊക്കെ ഹ്യൂമൻ ബിഹേവിയറിനെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറേ സ്റ്റഡീസ് ഉണ്ട് ഈ ഏരിയാസിലൊക്കെ. അതിന് ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ആണ് ഇതിൽ വരും. ഈ ഒരു അപ്രോച്ച് പ്രകാരം മാനേജ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. It views management as directing the activities of group of people towards the accomplishment of common objectives. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു അപ്രോച്ചിൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അവിടെയുള്ള വർക്കേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത് അവരുടെ ഒബ്ജക്റ്റീവ്, ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ പീപ്പിൾ ആണ് ഇവിടെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുക, ദെൻ എങ്ങനെ നല്ല റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാം, നല്ല ലീഡർഷിപ്പ് സ്കിൽസ് എങ്ങനെ ഉണ്ടാക്കാം, ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അപ്രോച്ചിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ്, ഇതിലും ഇപ്പോൾ നമുക്ക് അറിയാം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഹ്യൂമൻ ബിഹേവിയറിന് അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദർ ഇസ് നോ ഡിസഗ്രിമെന്റ് റിഗാർഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ലീഡർഷിപ്പ്. പക്ഷേ ലീഡർഷിപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞാലും മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സംതിങ് മോർ ദാൻ ലീഡർഷിപ്പ്. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് മാനേജ്മെന്റ് ഈസ് സംതിങ് മോർ ദാൻ മിയർ ഹ്യൂമൻ റിലേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ. ഹ്യൂമൻ റിലേഷൻ ഒക്കെ ഓക്കെയാണ്, പക്ഷെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിലേഷൻ മാത്രമല്ല അതിൽ വരിക, അതിനേക്കാളും കുറച്ചും കൂടെ കുറെ കാര്യങ്ങൾ അതിൽ ഏരിയയിൽ വരുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, സോഷ്യൽ സിസ്റ്റം അപ്രോച്ച്. സോഷ്യൽ സിസ്റ്റം അപ്രോച്ച് ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ബിഹേവിയർ എന്നുള്ള അപ്രോച്ചിന് സിമിലർ ആയിട്ട് വരുന്നത്. ദിസ് അപ്രോച്ച് വ്യൂസ് മാനേജ്മെന്റ് ആസ് എ സോഷ്യൽ സിസ്റ്റം ഓർ എ സിസ്റ്റം ഓഫ് കൾച്ചറൽ റിലേഷൻഷിപ്പ്. ഇതിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ദിസ് അപ്രോച്ച് ഐഡന്റിഫൈസ് വേരിയസ് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് എംഫസൈസസ് ദ നീഡ് ഫോർ cooperation in order to solve the biological, physical and social limitations of man and his environment. അപ്പം ഇതിൽ കൂടുതലായിട്ടും പീപ്പിൾ, ദെൻ ആ പീപ്പിളിൽ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഇഷ്യൂസ്, ആ ഇഷ്യൂസ് എങ്ങനെ സോൾവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കൂടുതലും മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ആൻഡ് ദിസ്
thought has made remarkable contributions in understanding organizational relationship. That means employer-employee relationship. നമ്മളിപ്പോൾ എംപ്ലോയർ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ റിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓർഗനൈസേഷണൽ ബിഹേവിയർ അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ റിലേഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കും. അപ്പം ഇത് മെയിൻ ആയിട്ട് ഈ സോഷ്യൽ സിസ്റ്റം അപ്രോച്ചിനെ ബേസ് ചെയ്ത് വരുന്നത്. ഇതിലും കുറെ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ട്. എന്നാലും നമുക്ക് മാനേജ്മെന്റിന് കുറെ ഏരിയാസ് നോക്കുമ്പോൾ ഈ ഒരു അപ്രോച്ച് വെച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാനേജ്മെന്റിലെ പല ഇഷ്യൂസും സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി നോട്ടഡ് ദാറ്റ് ദ ഐഡിയ ഓഫ് വ്യൂയിങ് ആൻ ഓർഗനൈസേഷൻ ആസ് എ സോഷ്യൽ സിസ്റ്റം അലോൺ കനോട്ട് ബി കൺസിഡേർഡ് ആസ് മാനേജ്മെന്റ്. നേരത്തെ ഹ്യൂമൻ ബിഹേവിയറിൽ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ ഈ ഒരു അപ്രോച്ച് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല മാനേജ്മെന്റ്. ഇറ്റ് ഈസ് സംതിങ് മോർ ദാൻ ദാറ്റ്. Okay, then next fourth approach, management science approach. Management science approach എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്നുകൂടിയും സയന്റിഫിക് ആയിട്ടാണ് മാനേജീരിയൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ, മാനേജീരിയൽ പ്രോബ്ലംസ് മനസ്സിലാക്കാനും അതിൽ സോൾവ് ചെയ്യാനും സയന്റിഫിക് മെത്തേഡ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. All scientific research efforts intended to solve and understand managerial problem. And this school proves a quantitative base for decision making. ഇതിൽ ഈ ഒരു അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്ന മാനേജേഴ്സ് എടുക്കുന്ന ഓരോ ഡിസിഷൻസും അതിനൊരു ക്വാണ്ടിറ്റേറ്റീവ് ബേസ് കൂടെ വേണം. ലോജിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും സയന്റിഫിക് ആയിട്ട് സിമ്പിൾസും ഇക്വേഷനും ഒക്കെ യൂസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ വരിക. അപ്പൊ നമുക്ക് കുറേയധികം ടെക്നിക്സ് ഒക്കെ ഉണ്ട്, മാനേജീരിയൽ ടൂൾസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് സയന്റിഫിക് വേയിൽ സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് മാനേജ്മെന്റ് സയൻസ് അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്നത്. And these methods are rather useful in solving physical problems of management, such as production, inventory control. ഇങ്ങനെയുള്ള ഏരിയാസിലൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആണ്. ഓക്കെ, പക്ഷെ ഹ്യൂമൻ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ മെത്തേഡ് എപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കണം എന്നില്ല. അങ്ങനെ ഒരു ഇഷ്യൂ കൂടെ അവിടെ ഉണ്ട്. Okay, then next we move on to system approach. Another important school of thought in approaching an organization as a system. A system means it is said to be set of elements joined together for a common objectives. The system set of elements എന്ന് പറയുമ്പോൾ it consists of subsystems. Subsystems ഇതൊക്കെ എല്ലാ സബ്സിസ്റ്റം കൂടെ കൂടുമ്പോഴാണ് ഒരു ഹോൾ സിസ്റ്റം വരുന്നത് ഈ ഒരു അപ്രോച്ച് പ്രകാരം. And these subsystems are interdependent and interrelated. And this is mainly based on the idea that an organization is studied in detail and decisions are taken for each subsystem, which in turn is in conformity with the total system. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ കീഴിലുള്ള മാനേജറുടെ കീഴിലുള്ള ഓരോ സബ്സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷന്റെ കേസിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയാണ് ഈ സബ്സിസ്റ്റം ആയിട്ട് പറയാം. അപ്പൊ ഈ ഓരോ സബ്സിസ്റ്റം എങ്ങനെ അതിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നോ ആ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനനുസരിച്ചാണ്, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനനുസരിച്ചാണ് ഹോൾ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി ഇരിക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ coordination of the subsystem. The efficiency of the whole system depends upon the efficiency of how the manager coordinates its subsystem. Then the attention is mainly paid towards the effectiveness of the whole organization rather than effectiveness of subsystem. ഇനി അടുത്തത് നെക്സ്റ്റ് അപ്രോച്ച് കണ്ടിജൻസി ഓർ സിറ്റുവേഷൻ അപ്രോച്ച് ആണ്. കണ്ടിജൻസി ഓർ സിറ്റുവേഷൻ അപ്രോച്ചിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മാനേജ്മെന്റ് അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. അതിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഓരോ മാനേജേഴ്സിനും ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഓരോന്നും ഡിഫറെന്റ് ആണ്, നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ ഒരു ഡിഫറെന്റ് സിറ്റുവേഷൻ വരുമ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെ സോൾവ് ചെയ്യുക, എങ്ങനെ ഇഷ്യൂസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടിജൻസി അപ്രോച്ച് പ്രകാരം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. In this school of thought, it has to be developed on the idea that there is no single best method to find solution to managerial problem. The whole body of management knowledge should be practiced by the managers selectively and according to the need and circumstances of each case. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചാണ് അത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, മാനേജർ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. And the practice or the techniques are applied according to each situation or applied situationally.
Then the management knowledge which can be applied successfully under a particular situation may not be hold good for a different situation. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്ന അതേ കാര്യം തന്നെ വേറൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്താൽ അതിന്റെ റിസൾട്ട് പോസിറ്റീവ് ആവണം എന്നില്ല. അപ്പൊ അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ് ഈ ഒരു അപ്രോച്ചിൽ വരിക. ദെൻ ലാസ്റ്റ് അപ്രോച്ച് ഓപ്പറേഷണൽ അപ്രോച്ച്. Operational schools of management thought recognizes the existence of a centralized body of knowledge for the management. അപ്പൊ അവിടെ ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെൻട്രലൈസ്ഡ് ബോഡി ഓഫ് നോളേജ് ഉണ്ടായിരിക്കും. ദെൻ ഈ സെൻട്രലൈസ്ഡ് ബോഡി ഓഫ് നോളേജ് എന്ന് പറയുമ്പോൾ ആ നോളേജ് അത് പല ഡിസിപ്ലിൻസിന്നും ബോറോ ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ മെയിൻ ആയിട്ടും കൂൺസ് ആൻഡ് ഒഡോണൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അപ്രോച്ച് മെയിൻ ആയിട്ട് ആളാണ് അഡ്വക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് അപ്രോച്ച് ഓൾസോ ട്രീറ്റ് ദാറ്റ് ദ മാനേജ്മെന്റ് ആസ് യൂണിവേഴ്സൽ. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് നോട്ട് ഓൺലി യൂസ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഓഫീസ് ഓർ ഇൻ എൻ ഓർഗനൈസേഷൻ. ദിസ് ഈസ് യൂസ്ഡ് ഇൻ ഓൾ areas or in all types of organizations. It is universally applicable. Then the management is applicable in all types of organization, whether government, private, social or religious institutions. അപ്പോൾ മാനേജേഴ്സിന്റെ ഓരോ മാനേജേഴ്സിനും ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള ഇഷ്യൂസ് എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻ ഓർ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ or types of the institution. This is mainly associated with the environment in which he is operating. Therefore, a good manager should acquire the knowledge of management and he should apply it only by considering the environment in which he is working. ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ആളുടെ ട്രാൻസ്പോർട്ടേഷൻ മാനേജർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല മാർക്കറ്റിംഗ് മാനേജർ ചെയ്യുക. മാർക്കറ്റിംഗ് മാനേജർ ചെയ്യുന്ന കാര്യങ്ങളല്ല പ്രൊഡക്ഷൻ മാനേജർ ചെയ്യുക. ഓരോരുത്തരും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന സിറ്റുവേഷൻ ഓരോന്നും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദീസ് ആർ ഓൾ അബൌട്ട് ദ വേരിയസ് സ്കൂൾസ് ഓഫ് മാനേജ്മെന്റ് തോട്ട്. ദെൻ ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ പറയുമ്പോൾ അടുത്ത് അറൈസ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ അബൌട്ട് ഡിസ്കഷൻ വൺ മേ റേസ് എ ക്വസ്റ്റ്യൻ, വിച്ച് സ്കൂൾ ഓഫ് തോട്ട് ഇസ് ബെസ്റ്റ്, വിച്ച് വൺ ഇസ് ബെസ്റ്റ്? Then the answer is simple. There is no school of thought is individually best. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഓരോ സ്കൂൾസ് ഓഫ് തോട്ട് പറയുമ്പോഴും നമുക്കത് ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനായിട്ടില്ല. അതിന് കാരണം എന്താ? ഓരോ സ്കൂൾസ് ഓഫ് തോട്ട് എടുക്കുമ്പോഴും നമുക്കറിയാം വൺ വേ ഓർ അതർ ഏതെങ്കിലും ഒരു രീതിയിൽ അതിനൊരു ബെനിഫിറ്റും ഉണ്ട്, അതേപോലെ തന്നെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ലിമിറ്റേഷനും ഉണ്ട്. All the schools of thought has some relevance in one way or other. And each schools of thought expresses one view or aspect of the dynamic process of management. And hence it tells only a part of the story. Therefore, ideal approach is to see the management as a dynamic system and in which the view of every school is incorporated. Okay, that's all about various schools of thought. Thank you.